കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ഇതൊരു മാതക പ്രാർത്ഥനയാണ്. മറ്റൊരാശയം കൂടെ ഞാൻ പറയട്ടെ. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥനയിൽ സ്തോത്രം നിങ്ങൾ കണ്ടോ, ഞാൻ, എൻ്റേത്, എനിക്ക് എന്നൊരു പദം നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയത്തില്ല. യഥാർത്ഥ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ അവൻ സെൽഫ്ലെസ് ആയിരിക്കും, അവന് സ്വാർത്ഥത ഉണ്ടാകത്തില്ല. യഥാർത്ഥ പ്രാർത്ഥനക്കാരിയാണെങ്കിൽ, പ്രാർത്ഥനക്കാരനാണെങ്കിൽ, ഓ ഞാൻ, എൻ്റെ ഈഗോ, എൻ്റെ കാര്യം, നോ 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 നോ, നീ ചത്തുപോയി, പകരം ഇനി ജീവിക്കുന്നത് നീയല്ല, ക്രിസ്തു അത്രേ നിന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഞാൻ, എൻ്റെത്, എനിക്കുള്ളത് എന്നൊരു പദം നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. പകരം ഈ പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയുന്നത്, അങ്ങയുടെ നാമം അതേ മഹത്വപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അർത്ഥം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ നാമം, അങ്ങയുടെ ഇഷ്ടം. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി